ആദ്യമായി ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ആദ്യത്തായിട്ട് കിടക്കുന്ന പരിവാഹൻ്റെ വെബ്സൈറ്റിൽ കയറുക. പരിവാഹൻ്റെ സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ ഫസ്റ്റായിട്ട് നമുക്കിവിടെയുള്ള ഓൺലൈൻ സർവീസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ RTO ഏതാണ് വരുന്നത് അത് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ഡിക്ലറേഷൻ ഫോം ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോപ്പസ് വിൻഡോ ആയിരിക്കും വരിക. ഇതിൻ്റെ ക്രൈറ്റീരിയസും കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെല്ലാം സർവീസാണ് പരിവാഹൻ സൈറ്റിൽ ഉള്ളത് എന്ന് ഉള്ള ഡീറ്റെയിൽസാണ് അതെല്ലാം നോക്കിയിട്ട് പ്രൊസീഡ് ചെയ്യുക. അടുത്തതായ ഇൻ്റർഫേസിലാണ് നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും വരിക. ഇതിൽ നമുക്കിത് വരുന്ന ട്രാൻസ്ഫർ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ, ബൈ സെല്ലർ, ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഫോർ ബയ്യർ, ഈ 2 ഓപ്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യമായി ട്രാൻസ്ഫർ ഓണർഷിപ്പ് TO ഓഫ് സെല്ലറിൻ്റെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് വരിക. നമുക്കിതിൽ വരുന്ന ഓപ്ഷൻസ് ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ ഇതിന് ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം ഇൻഡിവിജ്വലായിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കിയിട്ട് ഐ ഹാവ് റീഡൻ എന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. ആദ്യമായി വന്ന ഓപ്ഷൻസ് എല്ലാം പ്രൊസീഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വരുന്നത് നമ്മുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറും പിന്നെ നമ്മുടെ ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ്സും ആണ് വരേണ്ടത്. അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുക. അടുത്ത നമുക്ക് ഓതൻറ്റിക്കേഷൻ സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ടും ആധാർ നമ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. താഴോട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആധാർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ ബയോമെട്രിക് ഉണ്ട്, ആധാർ ബയോമെട്രിക് ഉണ്ട്, ആധാർ OTP ഉണ്ട്. നമ്മുടെ ഫോൺ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ആണെങ്കിൽ ആധാർ OTP കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഡിക്ലറേഷനുണ്ട്. അതിന് ശേഷമായി താഴെ ഗെറ്റ് OTP എന്ന് പറയുക. നമുക്ക് ഡിക്ലറേഷൻ നമുക്ക് ഓഡിയോ ആയി അവൈലബിൾ ആണ്. ഗെറ്റ് OTP കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ലിങ്ക്ഡ് ആയിട്ടുള്ള ആധാർ നമ്പറിലേക്ക് OTP സെൻഡ് ആവുകയാണ്. ഓക്കെ, OTP സെൻഡ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് OTP കൊടുക്കുക. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ആവശ്യമുള്ളത് നമ്മുടെ ബയറിൻ്റെ ഡീറ്റെയിൽസാണ്. ബയറിൻ്റെ പേര്, എന്നാൽ നമുക്ക് വണ്ടി വിറ്റ ദിവസം, ബയറിൻ്റെ ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം താഴെ ഒരു ഡിക്ലറേഷനുണ്ട്. ഡിക്ലറേഷൻ ചെയ്തതിന് ശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സേവ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പഴയ പോലെ ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞ ഈ പേജിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സെല്ലർ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഈ ഒരു വരുന്ന എല്ലാ പ്രോസസ്സിങ് സ്റ്റെപ്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തടുത്ത് നമ്മൾ ചെല്ലേണ്ട ബയ്യറിൻ്റെ ഓപ്ഷനിലേക്കാണ്. ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ഫോർ ബയ്യർ എന്നാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ നമുക്ക് കിട്ടേണ്ട ഈ ആധാർ നമ്പർ നമ്മുടെ ബയ്യറിൻ്റെ ആധാർ നമ്പറാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ബയ്യറിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പോലെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് നമ്മൾ ഗെറ്റ് OTP എന്ന ഓപ്ഷൻ കൊടുക്കുക. OTP വരികയും അത് വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അലേർട്ടാണ് നമുക്ക് വരിക. എനിക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതും ആ പൈസ നഷ്ടമാകുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന ഓപ്ഷൻ ചെയ്തതിന് ശേഷം കൺഫേം ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ഡീറ്റെയിൽസ്. എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കൺഫേം കൊടുത്താൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവില്ല. അടുത്തായിട്ട് നമുക്ക് വരുന്ന പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ്. അതിന് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ. ഓക്കെ, പേയ്മെൻറ്റ് ശേഷം നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് വരിക. ഇവിടെ നമുക്ക് ഫോം 29 ഫോം 13 ഫില്ല് ചെയ്യാനുണ്ട്. ഓൾറെഡി നമുക്ക് ഡേറ്റാസും കാര്യങ്ങളെല്ലാം അത് ഓൾറെഡി പ്രിൻ്റഡ് ആയിരിക്കും. നമ്മളത് സൈൻ മാത്രം ചെയ്താൽ മതി.
നമ്മൾ ഹാർഡ് കോപ്പി എടുത്തിട്ട് ഫിസിക്കൽ സൈൻ ചെയ്തിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക, ഫയൽ സബ്മിറ്റ് ചെയ്യുക. ഈ 3 സ്റ്റെപ്പാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോം 29 അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന വഴിക്ക് നമ്മുടെ ഫോമോ ആപ്ലിക്കേഷൻസ് എല്ലാം ബാക്കായി പോവുകയാണ്, വീണ്ടും ഹോം പേജിൽ വന്ന് ഇവിടെ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ചെയ്യിക്കുക. പിന്നെ റീപ്രിൻ്റ് ഓപ്ഷനുണ്ട്, അവിടെ റീപ്രിൻ്റ് റെസിപ്റ്റ് വീണ്ടും ഞെക്കുക. അപ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വേറെ അനേകം ഓപ്ഷൻസ് ഉണ്ട്, നമുക്കിതാണ്. അതിനായിട്ട് സെലക്ട് ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ എടുക്കുക. സെലക്ട് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓൺലൈൻ സർവീസാണ്. ആൻഡ് നമ്മുടെ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ഇവിടെ ഷോ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് വരികയും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം വരികയും ചെയ്യും. ഇവിടെ പ്രിൻ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ ഇൻ്റർഫേസിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ഫോം 29 ഫോം 13 ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അടുത്തതായി നമുക്ക് വരുന്നത് അപ്ലോഡ് ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഹാർഡ് കോപ്പി എടുത്ത് സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് കയറ്റാം. അല്ലാണ്ട് പിന്നെ നമുക്ക് ഡിജിറ്റൽ സൈൻ അപ്ലോഡ് ഡയറക്റ്റ്ലി നമുക്ക് സോഫ്റ്റ് കോപ്പിയിൽ ഡിജിറ്റൽ സൈൻ എങ്ങനെ ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും മെയിൽ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് ചെയ്യുക. അങ്ങനെ സൈൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോർവേഡ് ചെയ്യുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യണം, പിന്നെ നമ്മുടെ ഏജ് പ്രൂവ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം, പിന്നെ നമ്മൾ നേരത്തെ സൈൻ ചെയ്ത ഫോം 29 ഫോം 13 അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഓപ്ഷൻ ഞെക്കി ഒരു ഓക്കെ കൺഫർമേഷൻ മെസ്സേജ് വരും. അത് ഞെക്കിയപ്പോഴത്തേക്കും ഡോക്യുമെൻ്റ് അപ്ലോഡ് ആയിരിക്കും. പിന്നെ താഴെ വരുമ്പോഴത്തേക്ക് പ്രൊസീഡ് ഫർദർ കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്ത നമുക്ക് ലാസ്റ്റായിട്ട് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സബ്മിഷനാണ്. ഫൈനൽ സബ്മിഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാം ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഞാനിപ്പോൾ നമ്മൾ ചെയ്ത ആധാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനാൽ നമുക്ക് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും RTOയിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടതല്ല. വാഹനത്തിൻ്റെ ഓണർഷിപ്പ് ട്രാൻസാക്ഷൻ എങ്ങനെ ഓൺലൈനായി ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനി ലഭിക്കാനായി നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ആൾ. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.